നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കോഴിക്കോടും വയനാടുമൊക്കെ ഉൾപ്പെടുന്ന കേരളത്തിന്റെ മലയോര മേഖല പൂർണ്ണമായി ലഹരി മാഫിയയുടെ പിടിയിലാണ്. വടകരയിലെ IPS പെൺപുലി മെറിൻ ജോസഫും കാർത്തിക് IPSന് മുന്നിൽ ഒരു ലഹരി സാമ്രാജ്യം വീണുടയുന്നു. വെറും 12,000 രൂപ മാത്രം ശമ്പളം വാങ്ങുന്ന 3 അധ്യാപികമാർ. എന്നാൽ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു മറിഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ. അവരുടെ സൗഹൃദ വഴികളിൽ അവരാദ്യം ലഹരി നുണഞ്ഞു. പിന്നീട് ഈ സൗഹൃദം ഉപയോഗിച്ച് വലിയ ലഹരിക്കടത്തിന്റെ ഭാഗമായി. ലഹരിക്കടത്തിന്റെ പ്രധാന വിതരണക്കാർ 3 അധ്യാപികമാരാണ് എന്ന് തിരിച്ചറിയുന്ന കേരള സമൂഹം ഇപ്പോൾ നടുക്കത്തോടെയാണ് ഈ വാർത്തകൾ കേൾക്കുന്നത്. 3 ചങ്ക് സുഹൃത്തുക്കൾ, സുന്ദരികൾ, ഡാൻസും പാട്ടുമൊക്കെയായി കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ. MDMA എന്ന മാരക മയക്കുമരുന്നിന്റെ കച്ചവടക്കാരായി അധ്യാപികമാർ അതമ്പതിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ. കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക്കിന് ലഭിച്ച ഒരു രഹസ്യ സന്ദേശം. ഇതിനെ തുടർന്നാണ് മെറിൻ ജോസഫ് എന്ന IPS ഉദ്യോഗസ്ഥ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് വയനാട്ടിലേക്കും കോഴിക്കോട്ടേക്കുമൊക്കെ എത്താൻ എളുപ്പമാണ്. വയനാട് കേന്ദ്രീകരിച്ച് വലിയൊരു ലഹരി സാമ്രാജ്യത്തിൻ്റെ തലവൻ. ഇയാളുടെ ലഹരി വലയിലാണ് ഒടുവിൽ 3 അധ്യാപികമാർ കുടുങ്ങുന്നത്. പേരാമ്പ്ര BRCക്ക് കീഴിലെ സ്പെഷ്യൽ അധ്യാപികമാരാണ് മരുതൂങ്കര സ്വദേശിനി കീർത്തനയും കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യയും ആവേള കുട്ടോത്ത് സ്വദേശിനി നീഷ്മ എന്നിവരും. ഈ ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണി ഡെലിവറി ബോയ് ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസ് പിടിയിലാകുന്നു. വടകര സ്വദേശി റിസ്വാൻ നേരത്തെ തന്നെ പോലീസ് പിടിയിലായി. പിടിയിലായ അധ്യാപികമാർ MDMA നേരത്തെ ഉപയോഗിക്കുകയും പിന്നീട് പണത്തോടുള്ള ആർത്തി മൂലം ഇതിൻ്റെ വിൽപ്പനക്കാരെന്നതുപോലെ പ്രവർത്തിക്കുകയുമായിരുന്നു. വടകരയിലെ ഓട്ടോ ഡ്രൈവർ സഫുവാൻ എന്നയാളെ 2.5 ഗ്രാം MDMAയുമായി ജൂൺ 28-ന് പോലീസ് പിടികൂടുന്നു. ഇതായിരുന്നു കേസിലെ വഴിത്തിരിവ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചില പ്രയോഗങ്ങൾ നടത്തി. ഇതിനെ തുടർന്നാണ് കേരളത്തെ ഞെട്ടിച്ച അധ്യാപികമാരുടെ ലഹരി ശൃംഖലയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. ചങ്കത്തികളായ 3 അധ്യാപികമാർ. അവർ പലപ്പോഴും കണ്ടുമുട്ടും. ലഹരിയുടെ ഉന്മാദമായിരുന്നു അവരെ ഒന്നിപ്പിച്ചത്. കൂടുതൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരി വിൽപ്പന കണ്ണിയുടെ ഭാഗമാകുന്നു. സഫുവാനിൽ നിന്ന് ആദ്യം അധ്യാപികമാരിലേക്ക് എത്തിയ പോലീസ് അന്വേഷണം. അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് നടുങ്ങി. കേവലം 12,000 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന അധ്യാപകരുടെ അക്കൗണ്ടിലേക്ക് 2,000-ഉം 5,000-ഉം തുടങ്ങി ലക്ഷങ്ങൾ വന്നു മറിയുന്നു. ഈ പണമെല്ലാം ഒരൊറ്റ വ്യക്തിയിലേക്കാണ് പിന്നീട് പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് പിന്നിൽ ഒരൊറ്റ വസ്തുത മാത്രം: ലഹരി ഇടപാട്. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഉപഭോക്താക്കൾ പണം അയക്കുന്നു. ഇവർ നൽകുന്ന വിവരമനുസരിച്ച് ഡെലിവറി ഏജന്റ് മയക്കുമരുന്ന് അതത് ഉപഭോക്താവിനടുക്കലെത്തിക്കുന്നു. ഡെലിവറി ഏജന്റ് ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലൂടെ മാത്രം 6 മാസത്തിനിടയിൽ നടന്നത് 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ. ഇതുപോലെ നിരവധി ഡെലിവറി ബോയ്കൾ ലഹരി വിതരണത്തിനായി പ്രവർത്തിക്കുന്നു. പ്രതികൾ വ്യാജവുമല്ലാത്തതുമായ നിരവധി അക്കൗണ്ടുകൾ തുടങ്ങിയതിനിടയിൽ വ്യാജ ATM കാർഡുകൾ ഉൾപ്പെടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. വിദേശ ഫോൺ ഉൾപ്പെടെ പ്രതികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികളിൽ ചിലർ നടത്തിയ വിദേശയാത്രകളുടെ പശ്ചാത്തലം എന്താണ് എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നു. ലഹരി നൽകുന്ന സുഖലോലുപത ഒരു വശത്ത്, മറുവശത്ത് വിദേശയാത്രകളും ആഡംബര ജീവിതവും ഉൾപ്പെടുന്ന പുതുജീവിത ശൈലി. പുറത്തുനിന്ന് ലഹരി മരുന്ന് നാട്ടിലെത്തിച്ച് വിതരണം ചെയ്യുന്ന ശൃംഖലയുടെ ഭാഗമായി ഈ അധ്യാപികമാർ. അവർക്കൊപ്പം മറ്റു ചില പെൺകുട്ടികൾ കൂടി ഈ മയക്കുമരുന്നിടപാടിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ഈ അധ്യാപികമാരുടെ നേതൃത്വത്തിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നതായി കൃത്യമായ വിവരം ലഭിച്ചു. സമൂഹത്തിലേറെ മാന്യതയും ഉത്തരവാദിത്വവുമുള്ള 3 അധ്യാപികമാരെ ചുറ്റിപ്പറ്റി പെട്ടെന്ന് സംശയമൊന്നും തോന്നില്ല. അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ടതുമില്ല. കാരണം ഇടതുപക്ഷ സംഘടനയിലെ അംഗങ്ങളാണ് ഈ 3 അധ്യാപികമാരും. പഴയ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ലഹരി ഇടപാടുകൾ മറച്ചുവെക്കാൻ ഇവർക്ക് കഴിഞ്ഞു. അസോസിയേഷന്റെ ബാനർ ഇവർ ദുരുപയോഗം ചെയ്തു. ഇടത് അധ്യാപക സംഘടനയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് ഭാരവാഹികളായിരുന്നു ഇവർ. ശക്തമായ ഇടത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് 3 പേർക്കുമുള്ളത്. കേസിലെ 3ാം പ്രതിയായ K കാവ്യയും ഒപ്പം അറസ്റ്റിലായ PV നീഷ്മയും
KSTAയുടെ തണലിൽ പ്രവർത്തിക്കുന്ന KRTA പ്രധാന നേതൃനിരയിൽ സജീവം. ഒരേ മേഖലയിൽ ഒരേ സ്കൂളിൽ തുടർച്ചയായി താൽക്കാലിക ജോലി സംഘടിപ്പിക്കാനുള്ള ബിരുദ് ഇടതുപക്ഷ സംഘടനയുമായുള്ള ബന്ധം തന്നെ. LDF ഭരണകാലത്ത് ഇവർക്കുള്ള രാഷ്ട്രീയ സ്വാധീനം ശക്തമായിരുന്നു. മുൻപ് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇരുവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തതിനു ശേഷം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് KRTAയുടെയും KSTAയുടെയും ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ച പ്രചരണ പോസ്റ്ററുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകം. തെളിവുകൾ പുറത്തു വന്നതോടെ സംഘടന ആകെ മുഖം പൂഴ്ത്തിയ നിലയിലാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേരാമ്പ്രയിൽ വെച്ച് നടന്ന KRTA ജില്ലാ സമ്മേളനത്തിൽ ഇരുവരും സംഘടനയുടെ മുൻനിരയിൽ സജീവമായ പങ്കാളികൾ. അധ്യാപന രംഗത്തെ തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാനും പ്രാദേശികമായി കൂടുതൽ സ്വാധീനം ചെലുത്താനും സംഘടനാ ഭാരവാഹിത്വം ഇവർ ഉപയോഗിച്ചു. ഇപ്പോൾ സംഘടന അടിമുടി വെട്ടിലാണ്. അധ്യാപികമാരെ തള്ളിപ്പറഞ്ഞ് തലയൂരാനാണ് ഇപ്പോൾ സംഘടനാ തലത്തിലുള്ളവരുടെ ശ്രമം. എന്നാൽ ലഹരി കേസ് പ്രതികൾക്ക് CPM ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ലഹരി മാഫിയ പിടിമുറുക്കി എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ നന്മയുടെ വെളിച്ചം പകരേണ്ട അധ്യാപകർ തന്നെ ലഹരിക്കടത്തിൻ്റെ സംഘാംഗങ്ങളാകുന്നു. ആഡംബര ജീവിതം നയിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇവർ ലഹരി മാഫിയയുടെ കണ്ണികളായി മാറാനുള്ള കാരണം. ലഹരി മരുന്ന് വിറ്റുകിട്ടിയ കോടികൾ ഒടുവിൽ ചെന്നെത്തിയത് ഒരൊറ്റ വ്യക്തിയിൽ. വയനാട് സ്വദേശിയായ യുവാവിനെ തേടി ഇപ്പോൾ പോലീസ് കൂടുതൽ ജാഗ്രതയോടെ അന്വേഷണം തുടരുന്നു. വയനാട് സ്വദേശിയായ ഒരു യുവാവാണ് MDMAയുടെ പ്രധാന മൊത്ത വിതരണക്കാരൻ എന്ന് പോലീസ് സംഘം കണ്ടെത്തി. ലഹരി ഇടപാടിന്റെ സൂത്രധാരൻ കേരളം വിട്ടു. ഇയാൾക്കായി സംസ്ഥാനത്തിന് പുറത്ത് ശക്തമായ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. നേരത്തെ അറസ്റ്റിലായ ജിജിൽ കുര്യാക്കോസ് തനിക്ക് കിട്ടിയ 1 കോടിയിൽ പരം രൂപ ഈ വയനാട് സ്വദേശിയുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയിരിക്കുന്നത്. അറസ്റ്റിലായ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ലഹരി ഇടപാടിലൂടെ ലഭിച്ച തുക പ്രധാനമായും കൈമാറിയത് ജിജിൽ കുര്യാക്കോസിന്. മൊത്തവിതരണക്കാരനായ വയനാട് സ്വദേശിക്കും ഈ അധ്യാപികമാർ നേരിട്ട് പണം അയച്ചിട്ടുണ്ട്. വയനാട് സ്വദേശിയും അധ്യാപികമാരും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വയനാട് സ്വദേശിയെ വലയിലാക്കിയാൽ മാത്രമേ ഈ വൻ ശൃംഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ. അടുത്ത കാലത്തായി MDMA മാഫിയ സംഘം സ്വീകരിക്കുന്ന പുതിയ പ്രവർത്തന രീതിയാണ് പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെടുന്നവരെയോ പണത്തോട് ആർത്തിയുള്ളവരെയോ കണ്ടെത്തി ഇടനിലക്കാരാക്കി മാറ്റുന്ന മണി മ്യൂൾ സംവിധാനം. ഒരിക്കലും സമൂഹത്തിന് സംശയം തോന്നാത്ത ചില വ്യക്തികളെ തങ്ങളുടെ കണ്ണികളാക്കി മാറ്റുക, അവരുടെ അക്കൗണ്ടുകൾ വഴി പണമിടപാടുകൾ നടത്തുക. അഥവാ പോലീസ് കേസെടുത്താൽ പോലും ഇത്തരം ചെറുപ്പക്കാർ പിടിക്കപ്പെടുകയും യഥാർത്ഥ മാഫിയ തലവൻ പോലീസ് അന്വേഷണത്തിന് പുറത്താവുകയും ചെയ്യും. അധ്യാപികമാരുടെയും ജിജിലിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് MDMA വാങ്ങുവാനായി പണമയച്ചവരുടെ എണ്ണം എടുത്തു തീർക്കാൻ കഴിയാത്തത്ര വിപുലമാണ് എന്ന് പോലീസ് പറയുന്നു. ലഹരി വാങ്ങാനായി പണമയച്ചവരിൽ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രാഥമിക നിഗമനം. അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ വഴിവിട്ട രീതിയിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് NDPS ആക്ട് പ്രകാരം കണ്ടുകെട്ടുമെന്നാണ് കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് പറയുന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകിയോ എന്ന ആശങ്ക പോലീസിനുണ്ട്. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം എവിടേക്കാണ് മാറ്റുന്നത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ നടക്കുന്ന മുഖ്യ അന്വേഷണം. കേസിൽ കൂടുതൽ പേർക്ക് ബന്ധമുണ്ട് എന്ന സംശയം പോലീസിൽ ശക്തമാണ്. അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതിന് ശേഷം അധ്യാപികമാരിലൂടെ ഇപ്പോൾ വെളിച്ചം വീശുന്നത് അതിശക്തമായ ഒരു മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഈ കേസിൽ ഉൾപ്പെട്ടവരെ മുഴുവൻ വലയിലാക്കുകയെന്ന ഓപ്പറേഷൻ തൂഫാൻ ലക്ഷ്യമാണ് വടകരയിൽ നടപ്പാക്കുന്നത് എന്ന് DIG K കാർത്തിക് പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കേരളം നമ്മൾ ഭയന്നതിനേക്കാളൊക്കെ ഏറെ അപകടകരമായ അവസ്ഥയിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ലഹരിമരുന്ന് മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. അവരുടെ വിതരണക്കാരിൽ അധ്യാപികമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വസ്തുത അതിലപ്പുറം കത്തുന്ന നിരവധി തെളിവുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.